മംഗലാപുരം വിമാന ദുരന്തത്തിന് 16 വർഷം. നഷ്ടപരിഹാരത്തിനായുള്ള പോരാട്ടം സുപ്രീം കോടതിയിൽ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഓഗസ്റ്റിൽ വരാനിരിക്കുന്ന വിധി അനുകൂലമാകുമെന്നാണ് മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ പറയുന്നത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. 2010 മെയ് 22-ന് മംഗലാപുരത്തെ ബജ്പേ വിമാനത്താവളത്തിലുണ്ടായ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനാപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കാനുള്ള പോരാട്ടമാണ് 16 വർഷങ്ങൾക്കിപ്പുറം സുപ്രീം കോടതിയിൽ അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. അപകടത്തിൽ 158 പേർ മരിക്കുകയും 2 മലയാളികൾ ഉൾപ്പെടെ 8 പേർ അത്ഭുതകരമായി ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഈ അപകടത്തിൽപ്പെട്ട ഇരകളുടെ കുടുംബ കൂട്ടായ്മയുടെ പ്രസിഡന്റായ നാരായണൻ നായരാണ് വർഷങ്ങളായി നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത്. അപകടത്തിൽ ഇദ്ദേഹത്തിൻ്റെ അനുജനും മരണപ്പെട്ടിരുന്നു. വിവേചനമില്ലാതെ നഷ്ടപരിഹാരം ലഭിക്കണമെന്നതാണ് തങ്ങളുടെ ആവശ്യമെന്ന് മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ വെള്ളിയാഴ്ച രാവിലെ കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പരിക്കുകളോടെ രക്ഷപ്പെട്ടവർക്ക് പോലും മോൺട്രിയൽ കരാറിലെ ആർട്ടിക്കിൾ 17, 21, 26 പ്രകാരം ലഭിക്കേണ്ടുന്ന നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കോടതിയെ സമീപിച്ചതെന്നും നാരായണൻ നായർ വ്യക്തമാക്കി. അതായത് പരിക്കോടെ രക്ഷപ്പെട്ടവർക്കും അതിസമ്പന്നനും മരിച്ചാലോ പരിക്കോടെ രക്ഷപ്പെട്ടാലോ കൊടുക്കേണ്ടതായ നഷ്ടപരിഹാരം പോലും കൊടുക്കാതെ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിച്ച സാഹചര്യത്തിലാണ് നമ്മൾ കേരള ഹൈക്കോടതിയിൽ കേസ് ചെയ്തത്. 2011 ജൂലൈ 20-ന് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി കിട്ടി. അപ്പോൾ അന്ന് സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററൊക്കെ ഇത് അംഗീകരിച്ചാണ്. ഇത് ഓർത്താൽ അറിയാം, 2010 ഈ ദുരന്തം നടന്നപ്പാട് അന്നത്തെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ പ്രഫുൽ പട്ടേൽ സാറായിരുന്നു. അദ്ദേഹമാണ് ആദ്യം 75 ലക്ഷം ഒരു വാഗ്ദാനം പറഞ്ഞത്. അതിനുശേഷം വല്ലാരെ സാറായിരുന്നു പിന്നെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ. അദ്ദേഹം നമ്മളെ ഡൽഹിയിൽ വിളിപ്പിക്കുകയും നാളെ 5 പേരെ, 3 പേര് ഞങ്ങൾ നാട്ടിൽ നിന്ന്, 2 പേര് ദുബായിൽ നിന്ന്. എന്നിട്ട് അവിടെ നല്ല രീതിയിൽ മീറ്റിംഗ് ചെയ്തു. ഞങ്ങൾക്ക് 3 ദിവസം താമസ സൗകര്യം ഉൾപ്പെടെ തന്ന് ഞങ്ങളെ സന്തോഷിപ്പിച്ചു. മംഗലാപുരത്തേക്ക് ഇതിൻ്റെ സിഒനെ ഒരാഴ്ചയ്ക്ക് അയക്കുമെന്ന് പറഞ്ഞു. സിഒ വരികയും ചെയ്തു. പക്ഷെ വന്നിട്ടൊന്നും കാര്യമുണ്ടായില്ല. അപ്പോൾ കുടുംബങ്ങൾക്ക് അർഹമായ ഏറ്റവും ഉയർന്ന നഷ്ടപരിഹാര തുക തന്നെ ലഭിക്കുമെന്നുള്ള അനുകൂല വിധിയാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യാന്തര വ്യോമയാന നിയമപ്രകാരം വിമാന അപകടത്തിൽ മരിക്കുന്നവർക്ക് ലഭിക്കേണ്ട കുറഞ്ഞ നഷ്ടപരിഹാര തുകയെ ചൊല്ലി എയർ ഇന്ത്യയും ഇരകളുടെ കുടുംബാംഗങ്ങളും തമ്മിൽ തർക്കം നിലനിൽക്കുകയാണ്. ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ഇരകളുടെ അലവൻസുകൾ ഒഴിവാക്കി അടിസ്ഥാന ശമ്പളം മാത്രം മുൻനിർത്തിയാണ് ആദ്യം നഷ്ടപരിഹാരം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഒരു പ്രവാസി ജീവനക്കാരന് കമ്പനി നൽകുന്ന ആകെ തുക കണക്കാക്കി വേണം നഷ്ടപരിഹാരം നൽകാനെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. അന്തർദേശീയ വ്യോമയാന നിയമങ്ങളിലെ പ്രധാന കരാറായ മോൺട്രിയൽ കരാർ പ്രകാരമുള്ള സമത്വവും യാത്രക്കാരുടെ അവകാശങ്ങളും ഉറപ്പാക്കണമെന്നതാണ് കേസിന്റെ മുഖ്യ ആവശ്യം. എല്ലാ ഇരകൾക്കും ഒരേ നിയമപരമായ പരിഗണന ലഭിക്കണമെന്നതാണ് കുടുംബങ്ങളുടെ വാദം. ഒരുപക്ഷെ നമ്മുടെ കാസർഗോഡ് 52 ആള് മരിച്ചതിൽ കാസർഗോഡാറാണ് കൂടുതലും. കാസർഗോഡ് കരഞ്ഞ ദിവസമാണ്. അപ്പൊ കോഴിക്കോട് ഇപ്പോൾ എയർകേഷനിലും അതിലിപ്പോ ബാക്കിയുള്ള വല്ലതും ഇപ്പൊ മംഗലാപുരത്ത് വെച്ചിട്ട് അവർ കറക്റ്റ് പൈസ കൊടുത്തിട്ടുണ്ട്. ഈ കോടതി സീരിയസ് സാറാണ് നമ്മളെ കേസ്, കാസർഗോഡുകാരനാണ് കേസ് പ്രിപ്പയർ ചെയ്തിട്ട്. അയാൾ 8 മാസത്തോളം കാലം ഈ കേസിന് തന്നെ മെനക്കെട്ടു. കേസ് ജയിച്ചതാണ്, അയാളാണ് ഇത് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അതിന് പോയി ഇതിന്റെ കക്ഷിയാണ് പിന്നെ നമ്മുടെ അസ്ലാമക്കും കാസർഗോഡുകാരനാണ്. പിന്നെ അച്ഛൻ്റെ പറഞ്ഞാൽ ടോട്ടൽ കുടുംബം ഇതിൽ മരണപ്പെട്ടതാണ്. പിന്നെ ഇതിൽ രക്ഷപ്പെട്ടത് കൃഷ്ണനാണ്. ഇതിൽ ഇയാളൊക്കെ പ്ലേറ്റിലുണ്ട്. അതിന് മാനിക്ക ഉൾപ്പെടെ വരേണ്ടതായിരുന്നു. മാനിക്ക എന്ന് പറഞ്ഞ തിരക്കിലാണ്. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മൾക്ക് മൗണ്ടൽ കൺവെൻഷൻ എന്ന ഒരു എഗ്രിമെന്റ് പ്രകാരം നോ ഫാൾട്ട് ഫസ്റ്റ് ഇയർ മിനിമം 1 ലക്ഷം SDR 2010-ലാണ്. ഇപ്പോൾ 1,28,000 അല്ലേ സാർ? 1,28,000. അത് പരിക്കോടെ രക്ഷപ്പെട്ടവർ കൊടുക്കേണ്ട പൈസ അതും കൂടെ കൊടുക്കേണ്ട. ഫസ്റ്റ് ഈക്വാലിറ്റി, ദർ വാസ് ഈക്വാലിറ്റി, സമത്വമായിട്ട് അവിടെ വകതിരിവില്ലാണ്ട് കൊടുക്കേണ്ട പൈസയാണ്. 2011 ജൂലൈ 20-ന് കേരള ഹൈക്കോടതി കുടുംബങ്ങൾക്ക് അനുകൂലമായ വിധി പ്രസ്താവിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ അനുവദിച്ചതോടെ നിയമ നടപടികൾ നീണ്ടുപോയി. ദുരന്തബാധിതരുടെ കുടുംബ കൂട്ടായ്മയുടെ ആദ്യഘട്ട നേതൃത്വത്തിലുണ്ടായിരുന്ന മുഹമ്മദ് ബിഹാരി, NA സുലൈമാൻ, റസാഖ് എന്നിവരും പിന്നീട് മരണപ്പെട്ടു. ഇതോടെ 2011 മുതൽ 2022 വരെ നാരായണൻ നായർ ഒറ്റയ്ക്കാണ് പോരാട്ടം മുന്നോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ കേസിലെ പ്രധാന കക്ഷിയായ സലാം കുമ്പളയും മകൻ റഫീഖും അനുകൂല വിധി ലഭിക്കുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ്. കേസിൽ പ്രമുഖ അഭിഭാഷകരുടെ പിന്തുണയും ഇവർക്കുണ്ട്. മുൻ അറ്റോർണി ജനറലായ KK വേണുഗോപാൽ, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചിദംബരേഷ്, കോടോത്ത് ശ്രീധരൻ, ആരിഫ് അസോസിയേറ്റ്സ് എന്നിവരാണ് കേസ് കൈകാര്യം ചെയ്തത്. ഓഗസ്റ്റ് മാസം നടക്കുന്ന അന്തിമ വിചാരണയ്ക്കൊടുവിൽ സുപ്രീം കോടതിയുടെ വിധി തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ. 2010-ലെ ദുരന്തത്തിന്റെ വേദന ഇപ്പോഴും കുടുംബങ്ങളെ വിട്ടുമാറിയിട്ടില്ല. ഇത് നഷ്ടപരിഹാരത്തിനുള്ള പോരാട്ടം മാത്രമല്ല,
മറിച്ച് അന്തർദേശീയ നിയമപ്രകാരമുള്ള മനുഷ്യാവകാശത്തിൻ്റെയും നീതിയുടെയും പോരാട്ടം കൂടിയാണെന്ന് മരണപ്പെട്ടവരുടെ ബന്ധുക്കളായ കളങ്കോം നാരായണൻ, അബ്ദുൽ സലാം ആരിക്കാടി, മുഹമ്മദ് ബ്യാരി എന്നിവരും നിയമപോരാട്ടത്തിൽ പങ്കാളിയായ അഡ്വക്കേറ്റ് ആരിഫും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.